ജീവിതത്തിൽ വിജയം നേടണമെന്ന ആഗ്രഹമില്ലാത്തവർ വിരളമായിരിക്കും. പണമുണ്ടാകുകയോ സാമ്പത്തികമായി മുന്നേറുകയോ മാത്രമല്ല ജീവിത വിജയം. ഒരാൾ സംതൃപ്തിയോടെ ജീവിതത്തെ സമീപിക്കുന്ന അവസ്ഥയാണത്. ജീവിത വിജയം എന്ന ആപേക്ഷികമായ ആശയമാണ്. ചില ആളുകൾ സമ്പന്നനാകുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമായി കരുതുന്നത്. എന്നാൽ സമ്പന്നതയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനം നേടുക എന്നതായിരിക്കും വിജയത്തിൻ്റെ മാനദണ്ഡം. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ വിജയം നേടാനും സമാധാനവും സന്തോഷവും കൈവരിക്കാനും അവർ തേടുന്ന മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും. സുധാ മൂർത്തി, രത്തൻ ടാറ്റ, വാൾട്ട് ഡിസ്നി തുടങ്ങിയ ആളുകളെല്ലാം ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയവരാണ്. ജീവിതത്തിൽ വിജയത്തിൻ്റെ രുചി അറിഞ്ഞവരായാണ് ഇവരെ ലോകം വാഴ്ത്തുന്നത്. ഇതിന് അവരെ സഹായിച്ച ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആ ശീലങ്ങൾ പിന്തുടർന്നതിലൂടെയാണ് അവർ വിജയത്തിലേക്ക് നടന്നെടുത്തത്. ഇത്തരത്തിൽ ജീവിത വിജയം നേടിയവർ പൊതുവായി പിന്തുടരുന്ന ചില ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വേണം ഒരു ലക്ഷ്യം. നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നതാണ് ജീവിത വിജയം നേടിയവരുടെ ഒന്നാമത്തെ വിജയമന്ത്രം. ജീവിതത്തിൽ എന്താണ് സാക്ഷാത്കരിക്കേണ്ടതെന്നും ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ സാധിക്കുന്ന ചെറിയ പല ഘട്ടങ്ങളായി തിരിച്ച് മുന്നേറുകയുമാണ് വേണ്ടത്. ഇങ്ങനെ കൃത്യമായൊരു രൂപരേഖ മുന്നിലുണ്ടെങ്കിൽ വിജയത്തിലേക്കുള്ള ദിശാബോധവും പ്രചോദനവും ഉള്ളിലുണ്ടാകും. സമയം കൈകാര്യം ചെയ്യുക. സമയം പരിമിതമാണ്. മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് വിലപ്പെട്ട സമയം പാഴാക്കരുതെന്നാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളാണുള്ളത്. എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ലഭ്യമായ സമയത്തിൽ മാറ്റമുണ്ടാകില്ല. ഓരോ നിമിഷത്തിനും വില കൽപ്പിക്കുന്നവരാണ് വിജയമുണ്ടാക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് മുൻഗണനാക്രമം ഉണ്ടാക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. വിദഗ്ധമായി സമയം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും ഫലപ്രദമാക്കാൻ സാധിക്കും. സമയത്തെ ശയ്യയായല്ല, ഒരു ഉപാധിയായി ഉപയോഗിക്കണമെന്നാണ് ജോൺ എഫ് കെന്നഡി പറഞ്ഞത്. പഠനം അവസാനിക്കേണ്ടതല്ല. വിദ്യാഭ്യാസ കാലം കഴിയുന്നതോടെ അവസാനിപ്പിക്കേണ്ടതല്ല പഠനം. ജീവിതാവസാനം വരെ തുടരുന്ന ഒന്നാകണം പഠനം. ജീവിതം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സുള്ളവർക്ക് വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുകയുള്ളൂ. പണമല്ല, അറിവാണ് ഒരു വ്യക്തിക്ക് എന്നും കൈമുതലായി വേണ്ടത്. പുതിയ കഴിവുകളും വിവരങ്ങളും നേടിക്കൊണ്ടിരിക്കുക. ഈ ശീലത്തിലൂടെ മാത്രമേ മാറുന്ന ലോകത്ത് ഒരു പടി മുന്നിലായി മുന്നേറാൻ സാധിക്കുകയുള്ളൂ. സിലബസ് അറിയാത്ത ചോദ്യപേപ്പർ, ഇനിയും തീർച്ചയല്ലാത്ത മാതൃകാ ചോദ്യപേപ്പറുകൾ ഇല്ലാത്ത ഒരു പരീക്ഷണമാണ് ജീവിതമെന്ന് സുധാ മൂർത്തി പറയുന്നു. സ്ഥിരോത്സാഹം. വിജയത്തിലേക്കുള്ള പാത വൃത്തിയുള്ളതും പൂക്കൾ നിറഞ്ഞതുമായി കൊള്ളണമെന്നില്ല. തിരിച്ചടികളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തിയുടെയും മനക്കരുത്തോടെയും വേണം വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ. പരാജയങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും തിരിച്ചു വരാനുള്ള മനസ്സുള്ളവരാണ് വിജയം നേടിയവർ. പ്രതിബന്ധങ്ങളെ വളർച്ചയ്ക്കായുള്ള അവസരങ്ങളായാണ് അവർ കാണുന്നത്. ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, പക്ഷെ അത് സ്വയം തുരുമ്പിച്ചു പോകാം. അതുപോലെ ഒരു വ്യക്തി അയാൾ സ്വയം വിചാരിക്കാത്ത പക്ഷം ആരാലും നശിക്കപ്പെടില്ലെന്ന് രത്തൻ ടാറ്റ പറയുന്നു. ബന്ധങ്ങളാണ് ആളുകളെ വിജയത്തിൻ്റെ ലോകത്തേക്ക് എത്തിക്കുന്നത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും പഴയ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുക. മറ്റുള്ളവരുമായി ഇടപെടുന്നതിനും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നവരാണ് വിജയമറിഞ്ഞിട്ടുള്ള ആളുകൾ. ആരോഗ്യവും ക്ഷേമവും പ്രധാനം. ആരോഗ്യത്തെയും മാനസിക ക്ഷേമത്തെയും മറന്ന് ജീവിത വിജയത്തിനും സമ്പത്തിനും പിന്നാലെ പാഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇവ രണ്ടുമില്ലാത്ത ജീവിത വിജയം ശാശ്വതമല്ല. ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. നിരന്തര വ്യായാമം, സമീകൃത ആഹാരം, ആവശ്യത്തിന് വിശ്രമം എന്നിവയെല്ലാം ശാരീരിക മാനസിക ക്ഷേമത്തിന് വളരെ പ്രധാനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം. ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായാൽ അത് വളരെ ചെറുതാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പങ്ക് സമൂഹത്തിന് കൂടി നൽകുക. ജീവിത വിജയം കൈവരിച്ചവരുടെ ഒരു ശീലമാണിത്. തങ്ങൾക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ സമൂഹത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കണമെന്ന് കരുതുന്നത് വലിയ മനസ്സാണ്. ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ മനസ്സുള്ളവർക്ക് എന്ത് വേണമെങ്കിലും നേടാൻ സാധിക്കും.